അതെ, ഇതപ്പുവാണ്. ആരെല്ലാം വന്നാലും ആനയടിയിലും ആനയടിക്കാരുടെ മനസ്സിലും ഒരേയൊരു രാജാവേ ഉള്ളുവെന്ന് തെളിയിച്ചു വന്നു ചേർന്നിരിക്കുന്നു. അപ്പോ തന്റെ ദേവന്റെ മഹോത്സവത്തിൽ തന്റെ ഭഗവാനെ ശിരസിലേറ്റി തന്റെ തട്ടകത്തിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന അപ്പുവിത ഇവിടെ നായകനായി നിൽക്കുവാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ്. ആനയടി ദേവസ്വം അപ്പു. പടയും പടയാളികളും പടക്കളങ്ങളും ഒരുങ്ങിയെങ്കിൽ ഇതാ എഴുന്നള്ളി വരികയാണ് രാജാവ്, ഈ മണ്ണിന്റെ രാജാവ്. 100,000 പേർ അണിനിരന്നാലും വീരരാജാക്കന്മാരുടെ നേരോട്ടം നടന്നാലും ഈ നാടിനും ഇവിടുത്തെ ദേവനും ഒരുപോലെ പ്രിയമാർന്നവൻ, നിയോഗത്തിന്റെ 3 അക്ഷരം കൊണ്ട് നരഹരി ദേവന് പാദപൂജ ചെയ്യുവാൻ വന്നവൻ, അണിനിരക്കുന്ന പുരുഷാരത്തെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിച്ചെഴുന്നള്ളി വരികയാണവൻ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗജമേളയുടെ അമരക്കാരൻ, ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രൻ, സാക്ഷാൽ നരസിംഹപ്രിയൻ, ആനയടി ദേവസ്വം അപ്പു. ഭഗവാൻ അകമ്പടിയായി ഇടംബലം കൂട്ടായി കടത്താവള രാജശേഖരനും ചുരൂർമഠം രാജശേഖരനും ഇതാ ഈ മണ്ണിലേക്ക് വരികയാണ്. 2 രാജശേഖരന്മാർ രാജാധിരാജനായ ആനയടി തമ്പുരാൻ അകമ്പടിയായി വരികയാണ്. ആവേശവും ആരവങ്ങളും മാറി മാറി ഉയർത്തുവാൻ ഈ നാടിന്റെ മനസ്സൊരുങ്ങി നിൽക്കുമ്പോൾ പേരും പെരുമയും നിറഞ്ഞ ഭൂതക്കുളം നാടിന്റെ ഗജസൈന്യാധിപൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവള രാജശേഖരനും ചുരൂർമഠം നാടിന്റെ മണ്ണിൽ നിന്നും വരുന്നു. ചുരൂർമഠം രാജശേഖരനും എളിയം രാജുവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പൂരങ്ങളെ നെഞ്ചോട് ചേർത്ത് ആനക്കേരളത്തിൽ ഉത്തമ സ്ഥാനം നേടിയവൻ, പൂരങ്ങളുടെ പൂരത്തിന് പേരും പെരുമയും പകർന്നിട്ടവടെയും തിരുവമ്പാടിക്കായി എഴുന്നള്ളി നിന്ന് കൂട്ടാണ് പൂരനഗരിയുടെ പതിവുകാരനായ തെക്കൻ തമ്പുരാൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരൻ. കൂടെയുണ്ട് ഭഗവാൻ ഇടം കൂട്ടായി ഗജമഹിമ കൊണ്ടും ചരിത്ര പെരുമ കൊണ്ടും നേടിയെടുത്ത തിരുവല്ലയുടെ താരത്തമ്പുരാൻ സാരഥി തെങ്ങണ ബിജുവിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആനയടി പൂരം കൂടുവാൻ വന്നു ചേരുന്നു. കന്നഡ നാടിന്റെ സൗന്ദര്യ മഹിമയും പേറി തുലാമഴ പെയ്യുന്ന മലയാള പെരുമയിൽ കാലുകുത്തിയവൻ, മീനച്ചിലാറിന്റെ തീരത്തു നിന്നും മാതംഗ പെരുമയുടെ ഈറ്റില്ലമായ തിരുവല്ലയിലേക്ക് ചേക്കേറിയവൻ, കളഭം തൊടുവിട്ട് സ്വീകരിച്ച ശ്രീ വല്ലഭേശ്വരന് അഴകിന്റെ പൂർണ്ണതകളെ തിരികെ സമ്മാനിച്ചവൻ, കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർമഠം രാജശേഖരൻ. രാജൻ, രാജാതിരാജൻ, പാമ്പാടി രാജൻ. ജനസാഗരമേ, അസമസൂര്യന് കീഴെ കതിർവില്ലഴകൻ അവതരിക്കുന്നു. ധർമ്മരക്ഷാ പടിഞ്ഞാറൻ ദേശത്തിനായി വേദരാജസൂര്യൻ ഉദിക്കുന്നു. ഇനി വിശ്വവീര സുന്ദരന്റെ രംഗപ്രവേശം, പെരുമാളിന്റെ തിരുപ്രവേശം, കരിഞ്ഞിന്റെ പറന്നതെല്ലാം പകലിനെയും ബഹുലോനെയും സാക്ഷിയാക്കി നടത്തി കാണിച്ച ധർമ്മരക്ഷയിത ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു കൊണ്ടുവരികയാണവര്. ചരിത്രം വീണ്ടും കുറിക്കുവാൻ പടിഞ്ഞാറ് നിന്നും വരുന്ന ധർമ്മരക്ഷയ്ക്കായി ധീരന്മാരായ രാജസാരഥിമാർ കാച്ചാം കുറിച്ചി സതീഷും കൊല്ലംകോട് മനോജും ഒരേ മനസ്സോടെ കൈകൾ പിടിച്ചുകൊണ്ടുവരുന്നു അവര്. അതെ, ചോദ്യങ്ങൾക്കിനി